ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഏകദേശം ഒരു 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫറും അതിലുപരി ഒരു മാത്തമാറ്റീഷ്യനും കൂടിയായിരുന്നു നമ്മുടെ പൈതഗോറസ്. മ്യൂസിക്കിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പൈതഗോറസ് ഒരു ദിവസം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നതിനിടെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലെ സ്ട്രിങ്സിന്റെ വലിപ്പ വ്യത്യാസമാണ് അതിലെ ഓരോ സ്ട്രിങ്സിനും ഓരോ സൗണ്ട് ഉണ്ടാക്കാൻ കാരണമെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഇത്രത്തോളം മാക്സ് ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തന്നെ എത്രത്തോളം മാക്സ് ഒളിഞ്ഞു കിടപ്പുണ്ടാവുന്ന അയാൾക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷയായി. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് BC 1800-കളിൽ തന്നെ ബാബിലോണിയൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തമ്മിലുള്ള ഒരു ലോജിക്കൽ ബന്ധം എന്താണെന്ന് ആരും തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് പൈതഗോറസ് ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും പാടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിന്റെ സെയിം ഏരിയ കിട്ടുമെന്ന് മനസ്സിലാക്കിയത്. അതുവഴിയാണ് പിൽക്കാലത്ത് പൈതഗോറസ് തിയറം ഫോം ചെയ്തത്. ഈ ഒരു തിയറി കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിൽ പൈതഗോറസ് ഒരു 100 കാളകളെ ദൈവത്തിന് ബലി കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നും പല ഹിസ്റ്റോറിയൻസും പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇന്ന് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, GPS ആൻഡ് നാവിഗേഷൻ ഈ മേഖലകളിലൊക്കെ പൈതഗോറസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ വളരെ വലുതാണ്. അതുകൊണ്ടാണ് പൈതഗോറസ് പണ്ടേ പറഞ്ഞത്